നമസ്കാരം, എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് നാളായിട്ട് ചോദിച്ചിരുന്നു, എവിടെ നമ്മുടെ കുക്കിംഗ് എപ്പിസോഡ് എവിടെ? ഒരുപാട് പേര് ചോദിക്കുന്നു. തുടർച്ചയായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ചെയ്തില്ലല്ലോ, എന്താണ് കാണിക്കുന്നത്, ഇതൊക്കെ മോശമല്ലേ, നമ്മൾ വെയിറ്റിംഗ് ആണ്, ഈഗർലി വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത എപ്പിസോഡ് നമ്പർ 2 ആണിത്. എപ്പിസോഡ് നമ്പർ 2 എന്ന് പറയുന്ന സമയത്ത് ഇന്ന് നമ്മൾ ചിക്കനോ അങ്ങനെയൊന്നുമല്ല ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മഴക്കാലമാണെങ്കിലും നല്ല പോലെ ഉഷ്ണമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഗോമി മിൽക്ക് ഷേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഈ മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് മിൽക്ക് ഷേക്കാണ്. ഇതെങ്ങനെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കണം എങ്ങനെയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സാധനങ്ങളെല്ലാം എടുത്ത് പാലിയിട്ട് മിക്സിയിലിട്ട് അടിച്ചാൽ മതി എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ഹേസൽനട്ടിൻ്റെ ഒരു ഡയറി മിൽക്ക് സിൽക്ക്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കുറച്ച് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്, സ്ട്രോബെറി എടുത്തിട്ടുണ്ട്, കുറച്ച് ജേംസ് മുട്ടായി എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക, കുറച്ച് ഗാർണിഷിങ്ങിന്. പിന്നെ പഞ്ചസാരയുണ്ട്. പിന്നീട് നമ്മളെ പ്രൈമറി നമ്മുടെ പാലുണ്ട്. പാല് ഞാൻ എടുത്തിരിക്കുന്നത് മുരളിയ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ അതിൻ്റെ ലാസ്റ്റ് എടുത്തിരിക്കുന്നത്, ഞാൻ ഫ്രീസറിൽ നിന്ന് ഇപ്പോൾ എടുക്കുന്നേ ഉള്ളൂ, കാരണം എന്താ വെച്ചാൽ അലിഞ്ഞു പോകണ്ടല്ലോ, ഐസ്ക്രീം, അമൂലിൻ്റെ സ്ട്രോബെറി ഐസ്ക്രീം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോബെറി സിൽക്ക്, അങ്ങനെയല്ല, സ്ട്രോബെറി ഡയറി മിൽക്ക് സിൽക്ക് മിൽക്ക് ഷേക്കാണ് നമ്മുടെ ഇന്നത്തെ മിൽക്ക് ഷേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ, നമ്മളിതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇനി വരുന്ന ഓരോ വീഡിയോസിലും ചെയ്യാൻ പോകുന്നത്, ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ അകത്തുള്ള ഏറ്റവും നല്ല കമൻറ്റുകളെ നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളത്. ഇന്നലെ ഞാൻ 1+7 പ്രോയുടെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കമൻറ്റ് ഇട്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലത്തെ കമൻറ്റുകളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കും നല്ല നല്ല കമൻറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ളത്, നല്ല വീഡിയോ എന്നതിനുപരി കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ളതും എന്നെ കുറച്ചുകൂടി ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകൾ കിട്ടുന്ന എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ എടുക്കാറുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ വീഡിയോ ട്രെൻഡിങ്ങിലാണ്. താങ്ക്സ് ടു എവരി വൺ. നിങ്ങളാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മിക്സി ജാർ എടുക്കുക. എടുത്തതിന് ശേഷം ആദ്യം നമുക്ക് പാലാണ് ഒഴിക്കേണ്ടത്. അതായത് നമുക്ക് ഇതെല്ലാം കൂടി വെട്ടിപ്പറക്കിയിടാം, കട്ട് ചെയ്തിടാം. ഇത്ര സ്ട്രോബെറി മതിയായിരിക്കും എന്തോ. അപ്പോൾ അത്ര സ്ട്രോബെറി ഇട്ടിട്ടുണ്ട്. ഇത് ഗാർണിഷിന് വേണ്ടി എടുത്തതാണ്. 2 ഇരിക്കട്ടെ, എത്ര ഇരിക്കട്ടെ. നമ്മൾ ഒന്നും കുറച്ച് കളയണ്ട. പഞ്ചസാര ഇനി എങ്ങനെയാണ് ഇടേണ്ടത്, അതിൻ്റെ അളവൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. 1 2 3 4 5 6 ഇരിക്കട്ടെ. അതിനും കൂടി പോട്ടെ. എനിക്ക് അറിഞ്ഞുകൂടാ, സത്യമായിട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. നമ്മുടെ കുക്കിംഗ് എപ്പിസോഡെന്ന് പറഞ്ഞാൽ മണ്ടന്മാർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ്. അപ്പോൾ അടുത്ത് നമ്മളിടേണ്ടത് എന്താണ്, നമ്മുടെ ഡയറി മിൽക്ക് സിൽക്കാണ്. ഡയറി മിൽക്ക് സിൽക്ക്, അത് ഹേസൽനട്ട്. എന്താണ് ഹേസൽനട്ട് എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും അവിടെ ഇത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഡയറി മിൽക്ക് സിൽക്ക്. ഡയറി മിൽക്ക് സിൽക്ക്. ഇതിൽ നിന്ന് കുറച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ ഈ സ്ട്രോബെറിയുടെ ഫ്ലേവർ അങ്ങ് പോകണ്ട. ഒരെണ്ണം കൂടി ഇരിക്കട്ടെ. റിച്ചാണ് നമ്മളുണ്ടാക്കുന്ന മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞാൽ, റിച്ച് മിൽക്ക് ഷേക്കാണ്. എല്ലാം നല്ല റിച്ച് മിൽക്ക് ഷേക്കാണ്. ഇനി അടുത്ത് നമ്മുടെ ഐസ്ക്രീം. അമൂലിൻ്റെ എന്ത് ഐസ്ക്രീം? സ്ട്രോബെറി മാജിക് സൺഡേ, അങ്ങനെ പറഞ്ഞിട്ടൊരു ഐസ്ക്രീമാണ്. അതാണ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത്. അപ്പോൾ ഐസ്ക്രീം ഇട്ടടിക്കുമോ? ഇട്ടടിക്കുമെന്ന് തോന്നണം. എന്തായാലും നമുക്ക് കഴിഞ്ഞിട്ട്, ഐസ്ക്രീം ഇട്ടടിക്കുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടെ അതെങ്ങനെ. ഞാൻ ഒരു ട്യൂട്ടോറിയലെങ്കിലും കണ്ടിട്ട് ചെയ്യാനുള്ളതായിരുന്നു. അത് വേണ്ട, ട്യൂട്ടോറിയൽ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗോമി സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. ഗോമി സ്പെഷ്യൽ ഇങ്ങനെയാണ്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മളെ വാനില ഐസ്ക്രീമിൽ കുറച്ച് സ്ട്രോബെറി ഐസ്ക്രീം, കുറച്ച് സ്ട്രോബെറി ഐസ്ക്രീമും കൂടി ഇട്ട് അങ്ങനെ ഇരിക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. പറ്റിപ്പ്. ഇനി നമുക്ക് നമ്മുടെ പാലൊഴിക്കാം. ഹിമ പറഞ്ഞത് ഹാഫ് പാലെടുക്കണമെന്നാണ് പറഞ്ഞത്. ഇരിക്കട്ടെ. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതൊക്കെ കുറച്ച് പ്രയാസമാണ്. അതൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം.
അപ്പോൾ നമ്മുടെ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഓ അടിപൊളി സക്സസ്. കാണാൻ നല്ല സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ എൻ്റേതായ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് ഞാൻ ഒരു ഗ്ലാസ്സിന് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് പകരാം. അയ്യോ അതൊന്നും അടിച്ചില്ലേ എല്ലാം. സ്ട്രോബെറി ഒക്കെ കടിക്കാൻ കിട്ടട്ടെ, സൂപ്പറായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗോമി സ്പെഷ്യൽ ഗോമി മിൽക്ക് ഷേക്ക് തയ്യാർ. ഇതാണ് നമ്മുടെ ഗോമി മിൽക്ക് ഷേക്ക്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് മുന്നേ ഞാനിത് പറഞ്ഞുതരാം. ഈ ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ അഫോർഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതി തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങളൊരു സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ നോക്കാം. നിങ്ങളുടെ പേര് ഇപ്പോൾ രാഘവൻ എന്നാണെങ്കിൽ രാഘവൻ മിൽക്ക് ഷേക്ക് എന്ന് എടുക്കുക, ശശിയാണെങ്കിൽ ശശി മിൽക്ക് ഷേക്ക് എന്ന് എടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഇത് ഗോമി മിൽക്ക് ഷേക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മിൽക്ക് ഷേക്ക് കുടിച്ചു നോക്കാം. കൊള്ളാം. സക്സസ്, മിഷൻ സക്സസ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സീരിയസ് ആയിട്ട് പറയാം, ഉള്ളതുപോലെ പറയാമല്ലോ. അടിപൊളി, കൊള്ളാം, വെൽ ഡൺ. അപ്പോൾ നമ്മുടെ ഗോമി മിൽക്ക് ഷേക്ക് മിഷൻ സക്സസ്, അടിപൊളിയായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അത് സീരിയസ് ആയിട്ടും അത് കൊള്ളാവോ, ചുമ്മാ തള്ളിയതല്ലേ എന്ന്. സീരിയസ് ആയിട്ട് അന്നത്തെ കൊള്ളായിരുന്നു കേട്ടോ. ഇന്നത്തതും കൊള്ളാം, വെൽ ഡൺ. എന്നിൽ തന്നെ എനിക്കൊരു അഭിമാനം തോന്നുന്നുണ്ട്. എന്തായാലും പക്കയായിട്ട് വന്നിട്ടുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. കറക്റ്റ് ഒരു സ്ട്രോബെറിയുടെ ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. പക്ക മിൽക്ക് ഷേക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിവിടെ ടെക്നോളജി വീഡിയോസാണ് ചെയ്യുന്നത്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് കുറച്ച് എൻജോയ്മെൻറ്റിനായിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യും. അത്രയും ഇന്നും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുപിടുന്നതായിരിക്കും. ബൈ.